ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരു പുതിയ എനർജിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ഒരുതരം ഒരു അസ്വസ്ഥത ഉണ്ടായേക്കാം. എന്തൊക്കെയോ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചതുപോലെ അല്ല ഇനി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ആ അലട്ടൽ ശരിയല്ലേ? കൂടുതൽ എനർജി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് ഇടണ്ടേ എന്ന സിഗ്നൽസ് പല രീതിയിലും ഏഞ്ചൽസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ വഴി അല്ലെങ്കിൽ ഡ്രീംസ് വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ കടുത്ത വേനലില് മണ്ണും മനസ്സും ഒരുപോലെ വരണ്ടിരിക്കുന്ന പോലെ. എവിടെയൊക്കെയോ ആ ഒരു കാർമേഘം വന്ന് അതിനെ ഒന്ന് നനയിക്കണം എന്നുള്ള ഒരു എനർജിയാണ്. അന്തരീക്ഷത്തിലെ ആ മാറ്റം, മണ്ണില് മഴ വന്ന് വീഴുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതി എന്താണോ അത് നിങ്ങൾ ഉള്ളിലും ഗ്രഹിക്കണം എന്നാണ് ഇവിടുത്തെ എനർജി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു വൻ മാറ്റത്തെ നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ മുൻകൂട്ടി അറിയുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, മകളെ അല്ലെങ്കിൽ മകനെ, നീ ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. നിന്റെ കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് ഇന്ന് എടുക്കണം എന്ന് എനിക്ക് തോന്നിയത്. ഇത് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളിൽ ഇത് എക്സ്പ്രസ് ചെയ്യണം. കാരണം നിങ്ങൾ എടുത്ത പല കമന്റ്സ് വായിക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്സ് വരുമ്പോഴും ഒക്കെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ടോപ്പിക്കോ ആവട്ടെ, അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിന്ന് ഉത്തരം കിട്ടും. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കാണുക. അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ മാറ്റം എത്തരത്തിലുള്ളതാണ്, എന്താണ്, ഇത് നിങ്ങളുടെ കരിയറിലാണോ റിലേഷൻഷിപ്പിലാണോ അതോ നിങ്ങളുടെ ചിന്തകളിലാണോ ഈ മാറ്റം വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ആ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കുക ഗൈസ്. പോസിറ്റീവ് എനർജിയിൽ മാത്രം ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പോസിറ്റീവ് ഉത്തരങ്ങൾ വരട്ടെ, അത് സാക്ഷാത്കരിക്കട്ടെ. Page of Cups, Magician, Ten of Swords, Judgment, Two of Wands, Death and Rebirth, Ten of Pentacles, Queen of Cups, Hermit, the Sun. Okay. Okay guys, bottom of the deck ൽ കിട്ടിയിട്ടുള്ളത് 7 of Pentacles ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ കാണുന്നത് വലിയൊരു ഭാരമാണ്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങളൊരു വലിയ ഭാരവും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായേക്കാം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലുകളാകാം. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്?
എനിക്ക് മാത്രം എന്താണ് ഈ ദുരിതങ്ങൾ എന്ന് നിങ്ങൾ കരഞ്ഞു ചോദിച്ചിട്ടുണ്ട്. എത്രയോ രാത്രികൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പ്രപഞ്ചം ഇന്ന് നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത്, ഈ ഭാരം ഇനി നിങ്ങൾ ചുമക്കേണ്ടതില്ല എന്നാണ്. നേരത്തെ നമ്മൾ വിശേഷിച്ചതുപോലെ ആ കനത്ത വേനൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില വാതിലുകൾ പ്രപഞ്ചം തന്നെ ഇടപെട്ട് അടയ്ക്കാൻ പോവുകയാണ്. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില ജോലികളിൽ നിന്ന് നിങ്ങൾക്ക് ദുരനുഭവമോ അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ടിട്ടോ ഉണ്ടാകാം. അതോർത്ത് വിഷമിക്കേണ്ട. സത്യം പറഞ്ഞ കരിഞ്ഞു പോയ ഇലകൾ കൊഴിഞ്ഞാലല്ലേ പുതിയ തളിരിലകൾ വരികയുള്ളൂ. ആ കൊഴിഞ്ഞു പോകുന്നത് നല്ലൊരു മാറ്റത്തിനാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനുള്ള സൂചനകൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കണ്ടോ, ഉയർത്തെഴുന്നേക്കുന്ന പോലെ സൂചനകള് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഇവിടെ മനോഹരമായ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ. പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പെട്ടെന്ന് വിഷമിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റി വച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നോ പറയാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിഞ്ഞു. ചോയ്സുകൾ എടുക്കാൻ പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാണ് ഈ ഇരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് വിഷമിക്കുന്ന ആളായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് മടുത്ത ആളാണ് നിങ്ങൾ. അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറിയേ പറ്റൂ. യൂണിവേഴ്സ് നിങ്ങളെ മാറ്റാൻ ഒരുങ്ങുന്നു. നിങ്ങൾ നോ പറയാൻ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നോ പറയേണ്ടിയിരിക്കുന്നു. സ്വന്തം സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തെ ഉണർത്തുകയും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പതുക്കെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ചിന്തകളിൽ വന്ന മാറ്റമാണ്, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ ചിന്തയിൽ ഈ മാറ്റം വരും. നിങ്ങളുടെ ആ ഒരു ഇൻസൈഡ് ഉള്ളിലുള്ള ആ ഒരു മാറ്റം പുറം ലോകത്ത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വിജയങ്ങളുടെ ഒരു ബേസ്, എന്താ പറയാ, ഒരു അടിത്തറയായി മാറും അത്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നാൽ കരിയറും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, നിങ്ങളൊരു പുതിയ തുടക്കത്തിന്, അതായത് ന്യൂ ബിഗിനിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ പുതിയൊരു ജോലി അന്വേഷിക്കുന്ന ആളാകാം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാകാം. ഇതുവരെ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ എന്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് തുറക്കപ്പെടാൻ പോകുന്നുണ്ട്. ഒരു പുതിയ അവസരം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ നിങ്ങളെ തേടി വരും. സാമ്പത്തികമായും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബ്ലോക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി മാറുകയാണ്. പണം വരാനുള്ള വഴികൾ തെളിയും. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർ അത് തീർക്കാനുള്ള കൃത്യമായ മാർഗങ്ങൾ പ്രപഞ്ചം കാണിച്ചു തരും. പക്ഷെ ഒന്നുണ്ട്, പ്രപഞ്ചം അവസരങ്ങൾ തരുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന സംശയത്തിൽ നിങ്ങൾ മാറി നിൽക്കരുത്. ധൈര്യമായി മുന്നോട്ട് ഇറങ്ങുക.
പ്രപഞ്ചത്തിന്റെ അനുഭവം നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം പലപ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ എപ്പോഴും കണ്ടോ, ഈ ഒരു എനർജി ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു അവസരം തന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്ത് ഹെർമിറ്റ് മോഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നിങ്ങൾ സംശയത്തിന്റെ, അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, സത്യം പറഞ്ഞ ഒരു ബസ് വരുമ്പം നമ്മള് സത്യം പറഞ്ഞ ആ ബസ്സിലേക്ക് ചാടി കയറിക്കോണം. ചാടി കയറിയില്ലെങ്കിൽ ആ ബസ് പോകും, പിന്നെ അടുത്ത ബസ്സിലേ കയറാൻ പറ്റൂ. അടുത്ത ബസ് പക്ഷെ നമ്മുടെ സ്റ്റോപ്പിൽ തന്നെ നിർത്തണമെന്നൊന്നും ഇല്ല. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടേ നിർത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ബസ് ഇല്ലാത്തതായിരിക്കാം. അപ്പം എടുപിടേന്ന് നമുക്ക് കിട്ടുന്ന ബസ് നമ്മൾ കയറിപ്പോയില്ല, അടുത്ത ബസ്സിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബസ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതേ ആയിരിക്കില്ല. അഥവാ പോയാൽ ചിലപ്പോ നമ്മുടെ സ്റ്റോപ്പിൽ നിർത്തില്ല. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളെ തേടി അന്നും ഇന്നും നാളെയും വരും. അത് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ഇനി റിലേഷൻഷിപ്പും ഹീലിംഗ് എനർജിയെ കുറിച്ചും സംസാരിക്കാം. ഓക്കെ, യെസ്, ഓക്കെ. 9 of Wands, 6 of Cup, good energy. ഫുൾ എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത്. 9 of Cups കിട്ടിയിട്ടുണ്ട്, 6 of Cups കിട്ടിയിട്ടുണ്ട്, 10 of Cups, ടെമ്പറൻസ്, ചാരിയറ്റ്. സത്യം പറഞ്ഞാൽ മുൻപ് നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളുടെ സ്നേഹം മനസ്സിലാകാതെ പോയ ആളുകളെ ഓർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പുതിയ മാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾ കണക്ഷൻ കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ നിശബ്ദതയെ പോലും തിരിച്ചറിയുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ സൗഹൃദത്തിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും വരും. വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ആ തടസ്സം ഈ ഒരു മാസം അല്ല അടുത്ത മാസം കൊണ്ട് മാറും. അകന്നുപോയ നല്ല ബന്ധങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം തരുന്ന സന്ദേശം ഇതാന്ന് വെച്ചാല്, പഴയ മുറിവുകൾ ഓർത്ത് പുതിയ മനുഷ്യരെ സംശയത്തോടുകൂടി നോക്കരുത് എന്നാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് ഹീലാവുക. പ്രപഞ്ചം നിങ്ങൾക്കായി ചില മനുഷ്യരെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഹീലാകാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് എനർജി ഒക്കെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ എനർജി പൂർണ്ണമായും സ്വീകരിക്കണം നമ്മൾ. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ എല്ലാവരും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ ആരും പറഞ്ഞു തരില്ല. ഈ യൂണിവേഴ്സ് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നും അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വളരാമെന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചെയ്തേ പറ്റൂ, ഞാനും ഇപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്, നന്ദി പറയുക. രാവിലെ നിങ്ങൾ എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ നല്ലത്, നിങ്ങൾക്ക് ആ സ്വഭാവം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജീവിതം തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് എത്ര പേര് പറയും? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ നല്ല മാറ്റങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ടോ? പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ അത്ഭുതവും മാറ്റവും സംഭവിക്കും. രണ്ടാമത്, പഴയ കാര്യങ്ങളെ വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഭൂതകാല ചിന്തകളോ നെഗറ്റീവായ ആളുകളോ ഒക്കെ നിങ്ങൾ ഈ മനസ്സിൽ കയറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ച് വിട്ടുകളയുക. എങ്കിൽ മാത്രമേ പുതിയ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ സ്ഥലം ഉണ്ടാവുകയുള്ളൂ. ഇതെപ്പോഴും നമ്മുടെ റീഡിങ്സിൽ പറയുന്ന 2 പോയിന്റ് തന്നെയാണ്. മൂന്നാമത്തേത്, ഇതും ഞാൻ പലവട്ടം പല ടെക്നിക്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രകൃതിയോട് ഇണങ്ങുക.
ദിവസവും കുറച്ച് സമയം പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുക. ചെടികൾ നനയ്ക്കുക, അതുപോലെ അതായത് ചെരുപ്പിടാതെ പുല്ലുകളിൽ കൂടെ ഐ തിങ്ക് നടക്കുക. അതെ, എത്ര പേർക്ക് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, അൺസ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയെ ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വലിയ മരങ്ങളുണ്ടെങ്കിൽ മരത്തെ പോയി കെട്ടിപ്പിടിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങള് ആ മരത്തിലേക്ക് അലിഞ്ഞു ചേരും. അത് ഞാൻ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അവരത് ചെയ്തിട്ട് അതിന് പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചെരുപ്പിടാതെ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ പുല്ലുകളില്ലേ, ഈ സത്യം പറഞ്ഞ ഈ പാർക്കിലൊക്കെ കാണും അങ്ങനത്തെ പുല്ലുകൾ, അവിടെയൊക്കെ പോയിട്ട് ചെരുപ്പ് ഊരിയിട്ട് ഇപ്പൊ നിങ്ങൾ നടക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് നിന്നാവലും മതി, നമ്മുടെ എനർജി അത് പെട്ടെന്ന് പോസിറ്റീവ് ആക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോസിറ്റിവിറ്റി ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ജീവിതത്തിലേക്ക് ഗ്രഹിക്കണം എന്നാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ലോയലിറ്റി, അതുപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ്, സോൾമേറ്റ് കണക്ഷൻ ഇസ് കമ്മിങ് ടുവേർഡ്സ് യു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. അത് എങ്ങനെയാണ് എന്ന്, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാ കൊണ്ടുവരേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞ ഒരു വരണ്ട മണ്ണിലേക്ക് പെയ്യുന്ന ആദ്യത്തെ മഴത്തുള്ളി പോലെ ഈ മാറ്റം നിങ്ങളുടെ മനസ്സിന് കുളിര് നൽകട്ടെ. ആ ഒരു മണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റട്ടെ. ഇന്നത്തെ ഈ റീഡിങ് നിങ്ങളുമായി എത്രത്തോളം കണക്ട് ആയി എന്ന് താഴെ ക്ലെയിം ചെയ്യുക. നിങ്ങളുമായിട്ട് എനർജി കണക്ട് ആവാൻ ക്ലെയിം ദിസ് എനർജി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും മറ്റും നിങ്ങൾ കമന്റ് ബോക്സിൽ എനിക്ക് എഴുതി തരിക. അപ്പോൾ അത് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പ്രതീക്ഷ നൽകിയില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട. നമ്മുടെ ഈ ഒരു ചെറിയ കുടുംബത്തിൽ ഇനിയും ആരെങ്കിലും അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെ അമർത്താതെ എന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് അമർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആൾക്കാരും ഇന്നത്തെ സമയത്ത് ഡിപ്രഷനിലാണ്. സോ ഇങ്ങനെയുള്ള പ്രതീക്ഷ അവരുടെ ജീവിതത്തിലേക്ക് വരും എന്ന സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ ആ ഡിപ്രഷൻ പകുതി മാറിപ്പോകും. സോ വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള റീഡിങ്ങുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്നേഹത്തോടെ പോസിറ്റീവ് ആയിട്ടിരിക്കൂ. നന്ദി, നമസ്കാരം.